ഗൗതം അനന്തനാരായണൻ ഇത് എന്തിനു വേണ്ടി ഈ ആർട്ടിക്കിൾ 370 കടിച്ചു തൂങ്ങി? രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചവർ അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ട്സിനൊന്നും ഇങ്ങനെ ഇത്രയും കാലം ഇതിങ്ങനെ തുടരണമെന്ന് യാതൊരു പ്ലാനും പദ്ധതിയുമില്ലായിരുന്നു. എന്തായിരുന്നു ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം? ഒന്ന് നമുക്കറിയാം, ഈ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നേരിട്ട പല പ്രതിസന്ധികളുടെയും ആണിക്കല്ലെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്ന വസ്തുത നമുക്കറിയാമല്ലോ. നെഹ്റു എടുത്തിട്ടുള്ള പല തെറ്റായ തീരുമാനങ്ങളുടെയും പാപഭാരം നമ്മുടെ രാജ്യം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജമ്മു കാശ്മീർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഘട്ടത്തിൽ രാഷ്ട്രവിഭജനത്തിൻ്റെ കാലത്ത് അതൊരു പക്ഷേ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗമല്ലാതെ സ്വതന്ത്രമായോ ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. അന്ന് നിർണായകമായ ഇടപെടൽ നടത്തിയ ഒന്ന് രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞാൽ ഒന്ന് സി തന്നെ പറഞ്ഞു. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യനെന്ന് നാം വിശേഷിപ്പിക്കുന്നത് സർദാർ വല്ലഭഭായ് പട്ടേലാണ്. ഒപ്പം സർദാർ വല്ലഭഭായ് പട്ടേൽ അന്ന് രാജാ ഹരിസിംഗുമായി സംസാരിക്കുവാനായി ജമ്മു കാശ്മീരിലേക്ക് പറഞ്ഞയച്ചത് RSSൻ്റെ രണ്ടാമത്തെ സർസംഘചാലകായ ഗുരുജി ഗോൾവാൾക്കറെയാണ്. അങ്ങനെ 1947 ഒക്ടോബർ മാസം 18-ാം തീയതി ഗുരുജി ഗോൾവാൾക്കർ ഹെലികോപ്റ്റർ മാർഗം ജമ്മു കാശ്മീരിലെത്തുകയും അന്ന് ഹരിസിംഗനുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി ലയിക്കുവാൻ ജമ്മു കാശ്മീർ തീരുമാനിക്കുന്നത്. ഈ ചരിത്രമൊക്കെ നമുക്കറിയാം. അതിനുശേഷം പിന്നീട് നെഹ്റു അവിടെ ആർട്ടിക്കിൾ 370 എന്ന പ്രത്യേക അധികാരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജിഹാദി ശക്തികൾ വ്യാപകമായി ജമ്മു കാശ്മീരിൻ്റെ സമാധാനം ഇല്ലാതാക്കുകയും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു ഹബ്ബായിട്ട് കശ്മീർ താഴ്വരയെ മാറ്റുകയും ചെയ്തു. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ഉദാഹരണങ്ങൾ ഒരുപാട് പറഞ്ഞ് ഞാൻ ആ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഇപ്പോൾ കശ്മീരി പണ്ഡിറ്റുകൾക്ക് എതിരെ നടന്നിട്ടുള്ള ആക്രമണം 1989-നും 92-നും ഇടയിൽ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ വ്യാപകമായ അക്രമം നടക്കുകയും 4 ലക്ഷത്തോളം കശ്മീരി പണ്ഡിറ്റുകൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി കഴിയുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. യാസിൻ മാലിക്കിനെ പോലെയൊക്കെയുള്ള ഭീകരവാദികളാണത് നടത്തിയത്. അപ്പോൾ എന്തായിരുന്നു ഈ ആർട്ടിക്കിൾ 370യുടെ അടിസ്ഥാനത്തിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്? ഒന്ന്, സൈന്യത്തിനെതിരെ തുടർച്ചയായ കല്ലേറ് നടക്കുകയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഡൽഹിയിൽ റിപ്പോർട്ടർ എന്ന നിലയിൽ പല ഘട്ടങ്ങളിൽ ജമ്മു കാശ്മീരിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞാൽ ഇവരിങ്ങോട്ട് ഇറങ്ങിയിട്ട് കല്ലുവിറക്കി ഇന്ത്യൻ പട്ടാളത്തിന് നേരെ, ഇന്ത്യൻ സൈന്യത്തിന് നേരെ കല്ലെറിയുകയാണ്. ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിലും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തൊട്ടാകെ ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുമ്പോൾ ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീനഗറിലെ ലാൽ ചൗക്കിന് മുകളിൽ പച്ച പതാക ഇങ്ങനെ പാറിപ്പറക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 2019 ഈ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്നതിന് മുൻപും ശേഷവും ജമ്മു കാശ്മീരിൽ പോയിട്ടുണ്ട്. 2019 ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ദേശീയ സ്വഭാവമുള്ള ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് പലപ്പോഴും അവരുടെ മൈക്ക് ID ഉപയോഗിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതായത് അവിടെ സാഹചര്യം സംഘർഷഭരിതമാണെങ്കിൽ ഭാരതത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന, അതായത് ഈ ആൻറ്റി നാഷണൽ സ്വഭാവമുള്ള കേരളത്തിൽ നിന്ന് പോകുന്ന മാധ്യമങ്ങളൊക്കെ അവിടെ ഓടി നടന്ന് റിപ്പോർട്ട് ചെയ്യും. അവർക്ക് പ്രശ്നമില്ല, കാരണം അവർ ഈ കല്ലെറിയുന്നവരുടെ കൂട്ടത്തില്ല. ഇന്ത്യൻ സൈന്യത്തെ കല്ലെറിയുന്നതിനെ ചോദ്യം ചെയ്യുന്ന, ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇറങ്ങി ബോധപൂർവം ശ്രീനഗറിലും ലാൽ ചൗക്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾക്കെതിരാണ് നമ്മുടെ സ്റ്റാൻഡെങ്കിൽ അവിടെ മൈക്ക് ID മാറ്റിയിട്ട് ലേപ്പൽ ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്ന സൈന്യം തന്നെ പറയുമായിരുന്നു. അപ്പോൾ അവിടുത്തെ സാഹചര്യം എത്രത്തോളം സങ്കീർണമാണ് എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ മാധ്യമങ്ങൾ യഥേഷ്ടം അവിടെ പോയി വളരെ മികച്ച രീതിയിലുള്ള റിപ്പോർട്ടിംഗ് നടത്തുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് ഈ കേരളത്തിൽ നിന്നും ഉള്ള മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഈ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ രീതിയിൽ അവിടെ റിപ്പോർട്ടിംഗ് നടത്താൻ പറ്റുമായിരുന്നില്ല. BJP സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെയൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും ഒക്കെ കോൺഗ്രസിൻ്റെ ഈ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ശ്രീനഗറിൽ പോയിട്ട് ഈ ഐസിനകത്ത് കളിക്കുന്ന ദൃശ്യങ്ങൾ ഭയങ്കര സംഭവമായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നൊരു ചോദ്യം, ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും ഈ ഐസ് കട്ടയിൽ കളിക്കാൻ പറ്റുമായിരുന്നു. വളരെ പ്രസക്തമാണ്. അതൊരു ട്രോൾ രൂപത്തിലുള്ള ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തിന് ഒരുപാട് ആഴങ്ങളുണ്ട്. അപ്പോൾ അത് യാഥാർത്ഥ്യമായിരുന്നു. കാരണം കശ്മീരിൽ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്നതിന് മുമ്പ് ആ പ്രദേശം അത് ഭാരതത്തിൻ്റേതല്ലാതാക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ ജിഹാദി ശക്തികൾ നടത്തിയിരുന്നു. വിശേഷിച്ച് ജമ്മു മേഖലയോടും അതോടൊപ്പം തന്നെ ലഡാക്ക് മേഖലയോടുമുള്ള അവഗണന, ആ കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പിന്നീട് 2 യൂണിയൻ ടെറിട്ടറിയായി മാറ്റുന്നതിൽ ഉള്ളൊരു കാരണം ജമ്മു എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ളൊരു മേഖലയാണ്, ലഡാക്ക് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകൾ ഭൂരിപക്ഷമാണ്. പക്ഷേ കശ്മീരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, കാര്യമായ വികസനവും നടന്നില്ല, അവിടെ കല്ലേറായിരുന്നു സ്ഥിരം പരിപാടി. പിന്നെ എന്തെങ്കിലുമൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള
കശ്മീർ താഴ്വരയിലേക്ക് മാത്രം പോകുകയാണ്. അതായത് ഈ കശ്മീർ എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി തന്നെ ഉണ്ടാക്കി. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ജമ്മു ആൻഡ് കശ്മീർ എന്ന് നമ്മൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ മാധ്യമങ്ങളിൽ ജനൻ TV മാത്രമാണ് POJK എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കി എല്ലാവരും POK എന്നാണ് പറയുന്നത്. POK എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ഇവരൊരു കശ്മീർ ഐഡന്റിറ്റി ആക്കി. അതായത് ജമ്മു എന്ന് പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം അതിനകത്ത് വരുന്നില്ല, അതൊരു നരേറ്റീവും ചരിത്രവും ആക്കി. അത് ലഡാക്കിനെ അതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ കശ്മീർ എന്ന് പറയുകയാണ്. ഇപ്പോൾ കേരളത്തെ പകുതി മുറിച്ചിട്ട് തിരുവിതാംകൂർ എന്ന് നമുക്ക് പറയാൻ പറ്റും. കേരളം എന്ന് പറയുന്നത് വിശാലമായി അത് മലപ്പുറമൊക്കെ അടങ്ങുന്ന വടക്കൻ കേരളവും തിരുവനന്തപുരമൊക്കെ അടങ്ങുന്ന തെക്കുമൊക്കെ അടങ്ങുന്നതാണല്ലോ കേരളം എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ തിരുവിതാംകൂർ എന്ന് നമ്മൾ പറയുന്നത് പോലെ കശ്മീർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് ജമ്മുവിനെയും ലഡാക്കിനെയും ഒക്കെ അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം മാറ്റി കൃത്യമായ സുസ്ഥിരമായ വികസനം എത്താൻ, ടൂറിസ്റ്റുകൾക്ക് അവിടെ എത്തുവാൻ, കല്ലേർ ഇല്ലാതാക്കുവാനൊക്കെ സഹായകരമായത് തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ചരിത്രപരമായ ആ സംഭവം നടന്നിട്ട് ഇന്നിപ്പോൾ 7 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഇക്കാര്യം ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് എടുക്കുന്നതിന് അഭിമാനമാണ്. പക്ഷേ കേരളത്തിൽ നമ്മൾ മാത്രമേ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ.